പ്രണയതീരം ഇന്ന് രാവിലെ 10 മണിക്ക് ദൃശ്യം വ്ലോഗിൽ. ദേവു, സോറി, സത്യമായിട്ടും അറിഞ്ഞുകൊണ്ടല്ല. പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം കൂടി വന്നപ്പോൾ ചെയ്തു പോയതാ ദേവു. അല്ലാതെ അല്ലാതെ ഒരിക്കലും ഞാൻ. കല്യാൺ സ്വയം അവൻ്റെ തലമുടി പിടിച്ചു വലിച്ചു. അവനോട് തന്നെ ദേഷ്യം തോന്നാൻ തുടങ്ങി. അപ്പോഴും ദേവു അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവൻ്റെ മുഖത്തെ ടെൻഷനും സങ്കടവും എല്ലാം അവൾ കാണുന്നുണ്ടായിരുന്നു. അവളുടെ ചുണ്ടിൽ ആ സമയം ചെറു പുഞ്ചിരി വിരിഞ്ഞു. കല്യാൺ, ഒരു കാരണവശാലും നീ അവിടെ നിന്ന് പോരരുത്. ഇപ്പോൾ അവിടെ നീ മാത്രമേ ഉള്ളൂ. അവർ പലതും പറയും. അവരെ പുറത്തേക്ക് വിടരുത്. ആരാണ് മറഞ്ഞിരിക്കുന്ന ശത്രു എന്ന് മനസ്സിലായോ ആദി? അവന്മാർ പറഞ്ഞോ? കല്യാൺ ചോദിച്ചു. നമ്മൾ കരുതിയതുപോലെ തന്നെ സൂര്യനാരായണനാണോ? കല്യാൺ ചോദിച്ചു. അവൻ വെറും ഡമ്മി. അവനെ വെച്ച് അവനെ മുന്നിൽ നിർത്തി കളിക്കുന്ന ആളുണ്ട്. അവനിലേക്ക് നമ്മൾ ഇനി എത്താൻ അധികം ദൂരമില്ല. ആ മറഞ്ഞിരിക്കുന്ന ശത്രുവിനെ അധികം താമസിയാതെ തന്നെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരും. അതുവരെ എൻ്റെ പെണ്ണിനെ ഒരു പോറൽ പോലും എക്കാതെ എനിക്ക് നോക്കണം. ഈ സ്റ്റോറിയുടെ മുഴുവൻ ഭാഗങ്ങളും കേൾക്കാൻ ദൃശ്യം വ്ലോഗ് ഇന്ന് 10 മണിക്ക് ഉണ്ടാകുമേ.